പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് നമ്മൾ താരീഖത്തെ രണ്ടാമത്തെ പാഠം മസ്ജിദ് നബവി എന്ന പാഠഭാഗത്തിന്റെ തദ്രീബാത്തുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയാണ് വന്നത് നോക്കാം. മസ്ജിദ് നബവിയെ കുറിച്ചിട്ട് പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. നമുക്ക് ആദ്യം വന്നത് പൂരിപ്പിക്കാനാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്തത്, പിന്നെ അവിടെ കുറച്ച് ഭാഗം വിട്ടിട്ട് നിർമ്മിക്കുകയായിരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ പാഠഭാഗത്തിലെ പഠിക്കുന്നുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി ആദ്യമായിട്ട് ചെയ്തത് മസ്ജിദ് നിർമ്മിക്കുകയായിരുന്നു, മസ്ജിദ് നബവി. അപ്പൊ അവിടെ ആദ്യമായി ചെയ്തത് ഒരു മസ്ജിദ് നിർമ്മിക്കുകയായിരുന്നു. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്തത് ഒരു മസ്ജിദ്. ഇനി പള്ളിന്ന് എഴുതിയാലും മതി. അപ്പൊ അവിടെ അത് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് ആദ്യമാണ്, 2 ഡാഷ് തന്നിട്ടുണ്ട് അല്ലെ. ഉപയോഗിച്ചാണ് പള്ളി ഉണ്ടാക്കിയത്. എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് പള്ളി ഉണ്ടാക്കിയത്? കല്ലും മണ്ണും. അവിടെ കല്ലും, ആദ്യത്തെ സ്ഥലത്ത് കല്ലും പിന്നെ മണ്ണും, കല്ലും മണ്ണും ഉപയോഗിച്ചാണ് പള്ളി ഉണ്ടാക്കിയത്. ഇനി ചർച്ച ചെയ്യാനാണ്. നമ്മൾ കൂട്ടുകാർ എല്ലാവരും കൂടിയിട്ട് ക്ലാസ്സിൽ ചർച്ച നടത്തണം. എന്താണ്? മദീനയിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പള്ളിയാണ് നിർമ്മിച്ചത് എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്തായിരുന്നു എന്നാണ്. എന്തായിരുന്നു അതിന് കാരണം? മുസ്ലിങ്ങൾക്ക് ഇബാദത്തിനായി ഒത്തുകൂടാനും ദീൻ പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കാനും കഴിയുന്ന ഒരു പള്ളി പണിയുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം മദീനയിൽ എത്തിയപ്പോൾ ചെയ്തത്. അപ്പൊ അതിന്റെ കാരണങ്ങളാണ് മുസ്ലിങ്ങൾക്ക് ഇബാദത്തിനായി ഒത്തുകൂടാനും ദീൻ പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കാനും ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പള്ളി നിർമ്മിച്ചത്. പിന്നെ വന്നത് എന്താണ്? ഭൂമി ദാനം കൊടുക്കാൻ അവർ തയ്യാറായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വില കൊടുത്തു വാങ്ങിയതിലെ ഗുണപാഠം എന്ത്? എന്താണ് അതിന്റെ ഗുണപാഠം? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുകയായിരുന്നു, പള്ളി പണിയാൻ ഒരു ഭൂമി കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് ബനു നജ്ജാർ ഗോത്രക്കാരാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് ബനു നജ്ജാർ ഗോത്രക്കാർ ആ സ്ഥലം ദാനമായി നൽകാമെന്ന് പറഞ്ഞ് അത് നൽകുകയാണ് ഉണ്ടായത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വില കൊടുത്തു. കാരണം എന്താ വെച്ചാല് അത് അവരുടെ ഒരു വരുമാന മാർഗമായ സ്ഥലമായിരുന്നു. അപ്പൊ അത് അവർക്ക് പണം കൊടുത്ത് വാങ്ങി. ആ പണം അവർക്ക് മറ്റൊരു വരുമാന മാർഗം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് വില കൊടുത്തു വാങ്ങിയത് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. അത് മദീനയിലെ 2 അനാഥ ബാലരുടേതായിരുന്നു ആ സ്ഥലം, മസ്ജിദ് നബവി നിർമ്മിച്ച സ്ഥലം. അതും കൂടെ അതിന് കൂടെ ഒന്ന് മനസ്സിലാക്കാം. ഇനി അവിടെ മൂന്നാമത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നേതാവിനെ ഈ ചരിത്രത്തിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഈ ചരിത്രത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? അവിടെ നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കല്ലുകൾ ചുമക്കുകയും നിർമ്മാണത്തിൽ പങ്കുചേരുകയും ചെയ്തു. എല്ലാം അനുയായികളെ ഏൽപ്പിച്ച് മാറി നിൽക്കുന്ന ഒരു നേതാവിനെയല്ല നമ്മൾ അവിടെ കണ്ടത്. പകരം കൂടെ പണിയെടുത്ത് അവർക്ക് ആവേശം പകരുന്ന ഒരു നേതാവിനെയാണ് നമ്മൾ ഈ ചരിത്രത്തിലൂടെ ഇവിടെ കാണുന്നത്. അത് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാം. അപ്പൊ അതൊന്നും എഴുതാനുള്ളതല്ല, അതൊന്ന് മനസ്സിലാക്കാനാണ് പാഠഭാഗത്ത്. ഇനി ഉത്തരം എഴുതാനാണ്. എന്താണ്? മസ്ജിദ് നബവി ഉണ്ടാക്കിയ സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായി ആര്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ബനു നജ്ജാർ ഗോത്രക്കാരാണ്. ബനു നജ്ജാർ ഗോത്രക്കാരാണ് അത് ദാനമായി നൽകാൻ തയ്യാറായത്. അപ്പൊ അവിടെ ആ പണം അത് വില കൊടുത്തു വാങ്ങി. അതിനാവശ്യമായ പണം നൽകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ അതും കൂടി മനസ്സിലാക്കട്ടോ. ഇനി അടുത്ത ചോദ്യം, മസ്ജിദ് നബവി നിസ്കാരത്തിന് പുറമെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അന്ന് ഉപയോഗപ്പെടുത്തിയത്? എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? അതൊരു വിജ്ഞാന കേന്ദ്രം, കൂടാതെ കോടതി, കൂടിയാലോചനാ ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം തുടങ്ങി കാര്യങ്ങൾക്കെല്ലാം മസ്ജിദ് നബവി അന്ന് ഉപയോഗപ്പെടുത്തി.
ഇനി മൂന്നാമത്തെ ചോദ്യം, പള്ളിയുടെ നിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പങ്കെടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കല്ലുകൾ ചുമക്കുകയും നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എങ്ങനെയാണ് പങ്കെടുത്തതെന്ന് അവിടുന്ന് മനസ്സിലാക്കിയിട്ട് എഴുതുക. നബി തങ്ങൾ കല്ലുകൾ ചുമക്കുകയും നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. അപ്പൊ ഇത്രയാണ് ഈ രണ്ടാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ. അപ്പൊ എല്ലാവരും മനസ്സിലാക്കിയിട്ട് എഴുതുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും തെറ്റിപ്പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പോഴാണ് നമുക്ക് തിരുത്തി വീഡിയോ മാറ്റി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ എല്ലാവരും ഉപകാരപ്പെടുത്തണം. അള്ളാഹു നമുക്ക് ഉപകാരപ്പെട്ട അമലായിട്ട് ഇതൊക്കെ സ്വീകരിക്കട്ടെ. പഠിച്ചതൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കാനും എക്സാമുകളിലൊക്കെ നല്ല വിജയം കൈവരിക്കാനും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.